അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിക്ക് ഇതേ പരം സന്തോഷം വേറെ ഒന്നുമില്ല. എല്ലാവരെയും വിളിച്ചു നിർത്തി നമ്മുടെ ചന്ദ്രമതി നമ്മുടെ മരുമകളെ, അതായത് മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ അച്ചമ്മയ്ക്ക് അത്ര ദഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പിന്നിലൊരു വ്യക്തമായ കാരണമുണ്ട്. അച്ചമ്മ നല്ലത് കണക്കിന് കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. ശ്രുതിയുടെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കുകയാണ്. ശ്രുതിക്ക് കുഞ്ഞൊരു ഡോസ് കൊടുക്കുന്നുണ്ട്. അത് ചന്ദ്രമതിയോടുള്ള ദേഷ്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് പറയട്ടെ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ പമ്മിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ നമ്മുടെ മീര അവിടെ കൊണ്ടാക്കുകയാണ്, നമ്മുടെ ചന്ദ്രാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, മീരെ നീ കൂടി വാ, ഞാൻ മാത്രമായിട്ട് എങ്ങനെയാ, നീ കൂടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് മീര പറയാണ്, എൻ്റെ പൊന്നു ശ്രുതി, അല്ലാതെ തന്നെ നിൻ്റെ പുളുവടി കേട്ട് എനിക്ക് വയ്യ. ഇനി ഇവിടെയും കൂടെ നിന്ന് എനിക്കത് കേൾക്കാൻ വയ്യ. അതിനേക്കാളുമേ നീ ഇറങ്ങുന്ന സമയത്ത് എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീര അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാണ്. ആ സമയത്തിന് നമ്മുടെ ശ്രുതി അകത്തേക്ക് വരികയാണ്. ശ്രുതിയെ കാണുമ്പോഴത്തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് എന്താ പറയുന്നത്, ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് കാറി കൂവുകയാണ്. നമ്മുടെ ഭാമയൊക്കെ ഉണ്ട് അന്നേരം. കാറി കൂവുകയാണ്, മോനെ സുധി ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എടാ ഇതാരാ വന്നിരിക്കുന്നതെന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തോട്ട് നമ്മുടെ ശ്രുതിയെ പിടിച്ചിങ്ങനെ അടുത്തോട്ട് ചേർത്ത് നിർത്തിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഈ ചന്ദ്രമതിയുടെ വായും ബഹളവും കിട്ടിയിട്ട് നമ്മുടെ അച്ചമ്മയും അതുപോലെ നമ്മുടെ രവീന്ദ്രനും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. രേവതിയും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ സമയത്തിന് സുധിയാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലാണ് സുധി, താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇങ്ങനെ കാറി കൂവാണ്, മോനെ സുധി ഇതാരാ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് കൂവാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കണം, എന്താ രവി, ഇവള് എന്തിനാ ഇങ്ങനെ ഇടുന്ന് കാറി കൂവി ബഹളം വയ്ക്കുന്നത്, ആരാ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എൻ്റെ അമ്മേ, അത് അവളല്ലേ സുധിക്ക് വേണ്ടിയിട്ട് പെൺകുട്ടിയെ സെറ്റാക്കിയത്, ആ ഭാവി മരുമകളാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. രവീന്ദ്രൻ അച്ചമ്മയോട് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയാണ്, കണ്ടില്ലേ അമ്മേ, കണ്ടില്ലേ, ഇതാ എൻ്റെ മരുമകൾ എന്നിങ്ങനെ പറയണ, ഇതാ എൻ്റെ മരുമകൾ, നോക്ക്, താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് പറയുന്നത്, നോക്ക് എൻ്റെ മരുമകൾ എത്ര സുന്ദരിയാണെന്ന് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ പറയണം, എത്ര സുന്ദരിയാണെന്ന് നോക്കിയേ, എന്ത് നല്ല ഭംഗിയാണ് ഇവളെ കാണാനായിട്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണം, ഓ ഭംഗിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഭംഗിയിലല്ല കാര്യം, സ്വഭാവത്തിലാണ് കാര്യം എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ അച്ചമ്മ പറയണേ, ദേ നിൽക്കുന്നു രേവതി, അവളെ നോക്ക്, അവൾക്ക് എന്താ ഒരു കുറവ്, അവൾ അതിസുന്ദരിയല്ലേ കാണാൻ, നല്ല ശാലീന സൗന്ദര്യം എന്ന് പറയുന്നത് ദേ ഇതാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അച്ചമ്മ. അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഓ അതൊന്നും പിന്നെ പറയാതിരിക്കുക ഭേദം, രാശിയില്ലല്ലോ, എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, രാശിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അച്ചമ്മ എന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സുധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ സുധിയെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയെയും കൂടി തമ്മിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. അതിനുശേഷം അച്ചമ്മയോട് പറയാണ്, നോക്കമ്മേ, ഇവരെ തമ്മിൽ നോക്ക്, ഇവരെത്ര ജോഡിയാണെന്ന് നോക്കിയേ, എന്താ ഭംഗി ഇവരെ രണ്ടുപേരെയും കാണാൻ എന്നിങ്ങനെ പറയണം. അപ്പോൾ അച്ചമ്മ പറയണം, എൻ്റെ ചന്ദ്രേ, ഭംഗിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, സ്വഭാവത്തിലാണ് കാര്യം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, ഇവളുണ്ടല്ലോ പത്തരമാറ്റ തങ്കമാണ്, എന്ത് നല്ല സ്വഭാവമാണെന്ന് അറിയാമോ, ഇവൾക്ക് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ, മരുമക്കൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെ ഇവളിൽ നിന്ന് പഠിക്കണം മറ്റുള്ളവർ എന്നിങ്ങനെ പറയണം. അത് അച്ചമ്മയ്ക്ക് ഒട്ടും ദഹിച്ചില്ല. അപ്പോൾ തന്നെ അച്ചമ്മ ചോദിക്കണം, സ്വഭാവത്തെക്കുറിച്ച് പറയാൻ നീ പണ്ട് തൊട്ടേ ഇവളുടെ കൂടെ ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഒരാളെ കണ്ട ഉടനെ എങ്ങനെയാണ് ചന്ദ്രൻ നീ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞത്, ഈ മരുമകൾ, ഇവള് നിൻ്റെ മരുമകളൊന്നും അല്ലല്ലോ, മരുമകളാവാൻ പോകുന്നതല്ലേ ഉള്ളൂ, എന്നാൽ നിൻ്റെ മരുമകളാണ് ദേ തൊട്ടടുത്ത് നിൽക്കുന്നത്, അവളോട് നീ ഇങ്ങനെ ഒലിപ്പിച്ച് സംസാരിക്കുന്നതെന്ന് ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അച്ചമ്മ. അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്കാണെങ്കിൽ അതിങ്ങനെ ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയെ ഇട്ടങ്ങ് പുകഴ്ത്തിക്കൊണ്ടങ്ങ് ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി പറയണേ, ദേ നോക്ക്, ഇവിടെ
നിൽക്കുന്ന മറ്റവളെ നോക്ക്, എന്താ കാണാൻ പോലും ഒരു ഇതുമില്ല, അവളെ കണ്ടാലേ അറിയാം എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. അതേസമയം എൻ്റെ ശ്രുതി നോക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അച്ചമ്മ ഒട്ടനെ തന്നെ എടുത്തടിച്ച് കണക്ക് ശ്രുതിയെ കൂടെ ചോദിക്കണം, ഇതാണോ നീ ഈ പറഞ്ഞ ഭയങ്കര സൗന്ദര്യധാമം? നീ കുറേ നേരം കൊണ്ടേ കിടന്ന് പുകഴ്ത്തുന്നുണ്ടല്ലോ, ഇവളെ കണ്ടാൽ ഒന്ന് പെട്ടെന്നല്ലേ തോന്നൂ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ശ്രുതി ആകെ അത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇവളെ കണ്ടാലേ അറിയാലോ, ഇവളെ ഒന്ന് പെറ്റതുപോലെയല്ലേ ഇവളെ കണ്ടായിരിക്കുന്നത്. എന്താ കൊച്ചേ, നിനക്ക് ശരീരമൊന്നും സൂക്ഷിക്കാനൊന്നും അറിയില്ലേ, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ശ്രുതി വിചാരിക്കുകയാണ്, ഈശ്വര കിളവി വിളിച്ച് പറഞ്ഞത് സത്യമാണല്ലോ എന്നൊക്കെയുള്ള പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി അങ്ങ് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അച്ചമ്മ പറയണ്, കൊച്ചേ എനിക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല, എനിക്ക് നിന്നോട് സ്നേഹം തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞത് എന്താണെന്നല്ലേ, ദേ ഇവക്ക് കൊടുത്ത മറുപടിയാണിത് എന്ന് പറയണം. അതിനുശേഷം അച്ചമ്മ പറയണം, മോളിങ് അടുത്ത് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ചമ്മയ്ക്ക് മോളോടൊരു വിരോധവും ഇല്ല കേട്ടോ, മോള് സുന്ദരി തന്നെയാണ്. പിന്നെ ദേ നിൽക്കുന്ന മൂശേട്ടരോടെയുള്ള ദേഷ്യം കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, മോളൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നത് സാരമില്ല അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി ഉണ്ടല്ലോ, നമ്മുടെ രേവതിയെ എങ്ങനെ അങ്ങ് ഉഴപ്പിച്ച് കൊന്ന് തിന്നുന്നണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനാണെങ്കിൽ അതേ സമയത്ത് ആദികുട്ടനാണെങ്കിൽ നമ്മുടെ ആദിയുടെ അമ്മ, അതായത് ശ്രുതിയുടെ അമ്മ, ആദിയുടെ അമ്മുമ്മ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്തു. അങ്ങനെ അതിനുശേഷം ആദി പറയണം, മതി അമ്മുമ്മേ മതി, എൻ്റെ വയറ് പൊട്ടാറായി, പറ്റില്ല ആദി, ഇതും കൂടി കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആദിക്ക് ഭക്ഷണം നിർബന്ധിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, അമ്മേ ശ്രുതി, അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ ശ്രുതി പറയുകയാണ്, അമ്മേ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറയാണ്, ആ മോളെ നീ ഇവിടെ ദേ അവറ്റകൾക്കൊപ്പമൊന്നും ഇവിടെ നിന്ന് നിൽക്കേണ്ട, അതായത് രേവതിയുടെ ബന്ധുക്കളൊക്കെ വരികയല്ലേ, അപ്പോൾ അവർക്കൊപ്പം അവിടെ നിൽക്കേണ്ട, നീ നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് വയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്തിന് നമ്മുടെ രേവതി മുകളിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ ആദിക്കുട്ടന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കം വരികയാണ്. അപ്പോൾ ആദിക്കുട്ടൻ പറയാണ്, അമ്മൂമ്മേ എനിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അമ്മൂമ്മ പറയണം, മോൻ ഇത്തിരി നേരം കൂടെ ഇവിടെ ഇരുന്ന് കളിക്ക്, എന്നാൽ എനിക്ക് രേവതി ആൻറ്റി കളിപ്പിച്ചാൽ മതി, ഞാൻ രേവതി ആൻറ്റിയുടെ അടുത്ത് പോട്ടെ എന്ന് പറയുമ്പോൾ അമ്മൂമ്മ പറയണം, വേണ്ട മോനെ, ഇന്ന് രേവതി ആൻറ്റിയുടെ കല്യാണ ചടങ്ങല്ലേ നടക്കുന്നത്, അപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, രേവതി ആൻറ്റിയെ വെറുതെ ശല്യപ്പെടുത്തണ്ട, അമ്മൂമ്മ മോനെ കളിപ്പിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അമ്മൂമ്മയും മോനും കൂടി കാറൊക്കെ ഉരുട്ടി ഇങ്ങനെ കളിക്കുകയാണ് റൂമിനകത്ത് വെച്ചിട്ട്. അപ്പോൾ അതേ സമയത്ത് താഴെ നമ്മുടെ ഭാമ നമ്മുടെ ചന്ദ്രയോട് പറയണേ, എൻ്റെ ഭാമയെ ഇങ്ങനെ എൻ്റെ ചന്ദ്രയെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല, നീ വേഗം ചെന്ന് അവിടെ എന്തൊക്കെ ഒരുക്കാനുണ്ടെന്നറിയാമോ അതൊക്കെ ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ മറ്റുള്ളവർ വരുമ്പോൾ വെറും മോശമാണ്, നീ ഇങ്ങനെ എങ്ങും പെരളാതിരിക്കല്ലേ, നിൻ്റെ മോൻ്റെ കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയണം, പിന്നെ എന്നെ അതിന് കിട്ടിയണക്ക് എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടി ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയോട് പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ബെഡ്റൂമാണ്, വിവാഹം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഈ മുറിയിലാണ് ഉറങ്ങേണ്ടത്. ഞാൻ ശരിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭാവനയിൽ കാണാറുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്നതും താൻ എനിക്ക് പാല് കൊണ്ടു തരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കാറുണ്ട് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ഇന്ന് നീ വിവാഹത്തിന് മുമ്പ് എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്, ഇന്ന് ഞാൻ നിനക്കൊരു സമ്മാനം തരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് പെല്ലെ എഴുന്നേറ്റ് മാറുകയാണ്. അങ്ങനെ ശ്രുതി വല്ലാത്തൊരു നോട്ടത്തോടു കൂടി നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി ഇങ്ങനെ മാറി പോകുന്നു. ശ്രുതി അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ ഒടുവിൽ അവരിങ്ങനെ തമ്മിലിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്ന് ചെല്ലുകയാണ്. ചന്ദ്രമതി ഇത് കാണുമ്പോൾ ഉടനെ ചന്ദ്രമതിക്ക് നാണം വരികയാണ്. ചന്ദ്രമതി ഉടനെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രണ്ടാളും ചമ്മിപ്പോവാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ആ മക്കളെ, ഞാനിങ്ങോട്ട് കയറി വന്നത് എന്തിനാണെന്നറിയാമോ, ദേ മോക്ക് കുറച്ച് ഗുലാബ് ജാം കൊണ്ടുതരാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അമ്മ ഇത് എന്ത് പണിയായി കാണിച്ചത്, ഇത് ഇവളെങ്ങനെ കഴിക്കും
കഴിക്കാനാണ്? സ്പൂൺ കൂടി കൊണ്ടുവരായിരുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ആ മോൾ ഇവിടെ തന്നെ ഇരുന്നോ, മോൾ താഴേക്കൊന്നും വരണ്ട, ദേ അവിടെ ഇരിക്കുന്ന അവൾക്കുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോവണ്ട, മോൾ ഇവിടെ തന്നെ ഇരുന്നോ, കണ്ണ് കെട്ടിയിട്ട് പോവും അവരൊക്കെ, അമ്മ കൊണ്ടുതരാം മോൾക്ക് സ്പൂണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയുടെ വിളി കേൾക്കുകയാണ്. അച്ചമ്മ പറയുകയാണ്, എടി ചന്ദ്രേ ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയണം, എൻ്റെ പൊന്നു മോള് കിച്ചണിൽ പോയിട്ട് മോള് 2 സ്പൂൺ എടുത്തിട്ട് വാ, ഞാൻ ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നില്ലെങ്കിലേ അമ്മയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ്, അത് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ ആദിക്ക് ആഹാരം കൊടുത്ത ആ പ്ലേറ്റൊക്കെ എടുത്തിട്ട് കഴുകാനായിട്ട് ആദിയെ റൂമിൽ ഇരുത്തിയതിന് ശേഷം നമ്മുടെ ആദിയുടെ അമ്മൂമ്മ പോവുകയാണ്. അമ്മൂമ്മ മറ്റൊരു വശത്ത് നിന്ന് ഇങ്ങനെ ഈ പ്ലേറ്റ് കഴുകുന്നു. ആ കിച്ചൻ്റെ അങ്ങേ വശത്ത് നിന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട് 2 സ്പൂൺ എടുത്തിട്ട് പോവുകയാണ്. രണ്ടുപേരും പരസ്പരം കാണുന്നേ ഇല്ല. അപ്പോൾ ശ്രുതി സ്പൂൺ എടുത്തിട്ട് അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുകയാണ്, ഒറ്റ സ്പൂൺ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, അതൊക്കെ വിവാഹത്തിന് ശേഷം, ഇപ്പോൾ നമ്മൾ 2ഉം 2ആണ്, അതുകൊണ്ട് 2 സ്പൂൺ തന്നെ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ 2 പേരും ഗുലാബ് ജാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരിക്കുകയാണ്. രേവതിയുടെ അമ്മയും അനുജത്തിയും അതുപോലെ നമ്മുടെ അനുജനും എല്ലാവരും വന്നിരിക്കുകയാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമാണ്. രേവതി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ്. അമ്മയും തിരിച്ചങ്ങനെ തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി ദേവുവിന് മുത്തം കൊടുക്കുകയാണ്. ദേവും എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഇതൊന്നും കാണുമ്പോൾ സഹിക്കുന്നില്ല. ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി ഇങ്ങനെ മോന്തയൊക്കെ ഇറക്കി കെട്ടി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഭാമ പറയുകയാണ്, എൻ്റെ ചന്ദ്രേ, ദേ അവിടെ നിന്ന് രേവതിയുടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല, നീ വേഗം അങ്ങോട്ടേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയാണ്, ഏയ് ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലില്ല, എനിക്കതിൻ്റെയൊക്കെ മുന്നിൽ പോകുന്നതേ ഇഷ്ടമല്ല, എന്തെങ്കിലും ആവട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ നിർബന്ധിക്കുകയാണ്, ഇത് ശരിയല്ല ചന്ദ്രേ, നീ അങ്ങോട്ട് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ അമ്മ പറയുകയാണ്, താലം കൈമാറേണ്ട സമയമായിട്ടുണ്ട്, അതിനുള്ള മുഹൂർത്തമായിട്ടുണ്ട്, മോൾ പോയി താലം എടുത്തിട്ട് വരാൻ പറയുകയാണ്. അങ്ങനെ രേവതി പൂജാമുറിയിൽ പോയി താലം എടുത്തിട്ട് വരികയാണ്. ആ സമയത്തിന് നമ്മുടെ രേവതിയുടെ അമ്മ കൊണ്ടുവന്ന ഫ്രൂട്ട്സുകളും പൂക്കളും ഒക്കെ ആ താലത്തിലേക്ക് പകർന്നു വെക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ആഹാ കൊള്ളാലോ, ഇത് കടയിൽ മിച്ചം വന്ന പൂവായിരിക്കും അല്ലേ, എടുത്ത് കളയാൻ മടിച്ചിട്ട് കൊണ്ടുവന്നതായിരിക്കും, ഇങ്ങനെയെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അവരാരും ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പറയുകയാണ്, അതുമാത്രമല്ല ഈ ഫ്രൂട്ട്സും അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കും, ചില പഴക്കടകളിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കേടായ ഫ്രൂട്ട്സൊക്കെ അവരാരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കും, ഇതും അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയതും കൊണ്ടായിരിക്കും വന്നിട്ടുള്ളത് എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ്, രേവതിക്കും ദേവുവിനൊക്കെ. എന്നാൽ രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം വരികയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്ക്. ആ സമയത്തിന് നമ്മുടെ ശരത്ത് പറയുകയാണ്, രേവതിയുടെ അനുജൻ ശരത്ത് പറയാണ്, ഓ ആൻറ്റി, ഇത് പൈസ കൊടുത്ത് മേടിച്ച നല്ല വില കൂടിയ പഴങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള പഴങ്ങളാണ്. പിന്നെ ആൻറ്റി പറഞ്ഞല്ലോ ചില കടകളിലൊക്കെ കേടായ പഴങ്ങൾ ഫ്രീ ആയിട്ട് തരുമെന്ന്, അത് ആൻറ്റിക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ആൻറ്റി ഇവിടേക്ക് മേടിക്കുന്നത് മുഴുവനും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിരിക്കും അല്ലേ, അതുകൊണ്ടല്ലേ ആൻറ്റിക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രമതി ആകെ ചൂളിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി വഴക്ക് പറയുകയാണ്. ലക്ഷ്മി പറയാണ്, എന്താടാ മിണ്ടാതിരിക്ക്, ഇങ്ങനെ പ്രായത്തിന് മൂത്തവരടുത്തൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നമ്മുടെ ശരത്തിനെ വഴക്ക് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചമ്മ ഇടപെടുകയാണ്. അച്ചമ്മ പറയണേ, അവൻ പറഞ്ഞെങ്കിൽ അതിലെന്താ തെറ്റ്, ഇവൾ ആവശ്യമില്ലാതെ വടി കൊടുത്തല്ലേ അടി മേടിക്കുന്നത്, നാവിട്ടടിക്കാതെ മിണ്ടാതെ നിൽക്കടി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അച്ചമ്മ. പിന്നെ ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി പറയണം, ഓ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുകളിക്കുന്നതല്ലേ, ഇതൊക്കെ നിങ്ങൾ അവനെ കൊണ്ട് പറയിക്കുന്നതാണ്, എന്നിട്ട് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം താലത്തിൽ ഈ പറയുന്ന ഫ്രൂട്ട്സ് എല്ലാം താലത്തിനകത്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറയുകയാണ്,
പറയുകയാണ് ഇനി താലം കൈമാറാനുള്ള സമയമാണ്. ഇനി ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഈ താലം രവിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറയുകയാണ്. ചന്ദ്രമതി മടിച്ച് നിൽക്കുകയാണ്. ഒടുവിൽ അച്ചമ്മ കണ്ണുരുട്ടുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയും കൂടി ചേർന്ന് താലം കൈമാറുകയാണ്. അതിനുശേഷം നമ്മുടെ അച്ചമ്മ രേവതിയോട് പറയണം, മോളെ രേവതി, ഇനി മോള് പോയി അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് വര് എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ ആദ്യക്കുട്ടനെ മുറിയിൽ വെച്ച് കിടത്തി ഉറക്കി കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആൻറ്റി ആദ്യം ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ, എൻ്റെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്, താലം കൈമാറുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആൻറ്റി അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വീട്ടിനുള്ളിൽ സച്ചി ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. സച്ചി ഇനിയായിരിക്കും വരാനുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയെ നമ്മുടെ ഭാമ വഴക്ക് പറയുന്നുണ്ട്. ഭാമ പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രയെ എന്തിനാണ് മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് ചൊറിയാൻ ചെന്നിട്ട് ഇങ്ങനെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതായത് ശരത്ത് പറഞ്ഞതിൻ്റെ മറുപടി വെച്ചിട്ടാണ് ചന്ദ്രമതി പറയുന്നുണ്ട്, വടിയെടുത്ത് അടി മേടിക്കാനൊന്നും നീ പറയണ്ട, ഈ വടി വെച്ചിട്ടേ ഞാൻ തിരിച്ച് തന്നെ നല്ല അടി കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് ചന്ദ്രേ, നീ ഇങ്ങനെ അടി കൊടുക്കാനായിട്ട് നടന്നിട്ടേ അവസാനം കൂട്ട അടി മേടിച്ച് വെക്കരുത് എന്നിങ്ങനെയുള്ള ഉപദേശമൊക്കെ നമ്മുടെ ഭാമ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ശ്രുതിയും നമ്മുടെ അമ്മയും കുഞ്ഞും ഒന്നും തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. ഇനി അത് നാളത്തെ എപ്പിസോഡ് എന്താണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രൊമോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരാം. എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.